ഹരി ഓം. ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി. ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായി സർവവിഘ്നോപശാന്തി. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി. ധ്യായേതാജാനുബാഹും ഹൃദയസദൃശം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോപസാനാം നവകമലതലസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലവിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദദതമുരുചടാമണ്ഡലം രാമചന്ദ്രം. ഹരേ രാമ ഹരേ രാമ. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷ ഷണ്ടേഷു വസിക്കും ദശാന്തരി. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെങ്ങുമേ കണ്ടുകിട്ടായും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏത് പറഞ്ഞീല വാസുരം പോയതും മാസമതീതമായി വന്നിതു നിർണയം. ഭൂസുതേ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ രാജധാനിക്ക് നാം ചെല്ലുകയില്ലെന്നില്ല എന്നുമേ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ചു ശത്രുതനേനാം എന്നെ വധിക്കും അതിനില്ലോരന്തരം. എന്നിലവൻ ഒരു സമ്മതം എന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിക്കാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടും സമാനയാകും നിജഭ്രാതാവ് തന്നെ ഭാര്യയെ നിസ്പൃതം പ്രാപിച്ചു വാഴുന്ന വാനരപങ്കവൻ ഭാവി ദുരാത്മാവിനെന്തരുതാത്തതോ തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല. ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോട് ചൊല്ലിനാർ. മിത്രഭാവത്തോട് സത്വരം ദുഃഖിക്കരുതൊന്തൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട്. ഞങ്ങൾ അറിയ നീന്നു നാം പോന്ന ഗുഹയിലകമ്പുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവ സൗഭാഗ്യ സമന്വിതമായ ഒരു ദിവ്യപുരം അത് ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖി താരേ താരീയ ഭോഗനാം വൈകരുതീതുമി. അങ്കദൻ തന്നോടി വണ്ണം കവികുല പൊങ്കവന്മാർ പറയുന്നത് കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയഗോവിതൻ വാദന്നങ്കദനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തോരു ദുർവിചാരം യോഗ്യമല്ലിതമന്ധാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ
താരാസുതനെന്ന തൻ മനസ്സേ സദാ ഭാരം വളർന്നൊരു വാത്സല്യമുണ്ടത് നേരേ. ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാരുമീ സൗമിത്രിയെ കാളതിപ്രിയൻ നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിണ്ടല്ലോ. പ്രേമത്തിനേതും ഇളക്കമുണ്ടായി വരാഹേമത്തിനുണ്ടോ നിറക്കീടകപ്പെടോ. ആകയാൽ വീതിവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുരമുള്ളിലുണ്ടാകരുതേതുമേ. നഗാധിപാത്മജനന്ദനാകേളിതം ഞാനും തവ ഇതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കുകേട്ട് ഏതും ഭ്രമിക്കല. ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഹം പറഞ്ഞില്ലയോ ചൊല്ലു നീ രാഘവസ്രത്തിനഭേദ്യമായുന്നുമീ ലോകത്രയത്തിങ്കലില്ലെന്നറിക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്ത് വന്നെടുത്തീടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജനഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവദിജ കുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചോരു വൈരവും വർദ്ധിച്ചു വംശനാശത്തിന് കർത്തവ്യത്വവും തനിക്കായി വന്നു കൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ള ഒരു വൃത്താന്തമൻപോട് ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടു നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗൻ മോഹകാരിണി. സീതയാകുന്നതും ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭൂമിമാനുഷവേഷമായി വന്നു പിറന്നിത് അയോധ്യയിൽ. രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രക്ഷേ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിലാർദ്ധപരായണൻ ശ്രീകണ്ഠസേവ്യഞ്ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ്ങവതരിച്ചീടിനാൻ. പൃഥ്വിവർഗം നാം പരിചരിച്ചീടുവാൻ. മർദ്ദനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ട് നാം ഏകന്തവശീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിനിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിയിടുവാൻ. വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞീടു നീ. അങ്കദനോട് ഈ വണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വന്ധ്യാജലം പൊക്കു കശ്യപീ പുത്രിയെ നോക്കി നോക്കി ദ്രുതം. ദക്ഷിണവാരിതീരം മനോഹരം പൊക്കു മഹേന്ദ്ര ചലേന്ദ്രപദം മുത. ദുഷ്കരമേറ്റമഘാതം ഭയങ്കരം ദുഷ്പ്രാവമാലോക്യമർക്കട സഞ്ജയം. വൃതാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായ ദ്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യമെന്തിനിച്ചീവതു സന്തതമോർക്കനാം. ഗഹ്വരമ്പുക്കു പരിഭ്രമിച്ചത്രയും വിഹുലന്മാരായി കഴിഞ്ഞിതോ ആസവും. കണ്ടാരിമാതിരെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടിയില്ല പുത്രജിൻ. സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേതുലോം നിഗ്രഹിച്ചിടുമവൻ നമ്മേ നിർണയോ. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ
നിത്യോപവാസേന മൃത്യു ഭവിപ്പതും മുക്തിക്ക് നൽകൂ നമുക്ക് വാർത്തോളം എന്നിദ്ധം നിരൂപിച്ചുറച്ച് കവികുലം ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മേ നോർത്തവർ. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഘൃതം പുറത്ത് പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഘൃതപ്രവരനും പൃഥീധരപ്രവരോ തുംഗരൂപനായി ദൃഷ്ട്വാപരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഘൃതകുലാധിപൻ. പക്ഷമില്ലാതൊരേ എനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതും സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം ഗൃദ്രവാക്യം കേട്ടു മർക്കടൗഹം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിയിടിനാർ. അദ്രീന്ദ്രതുല്യനായോരു ഗൃഹാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ നമാലൊരു കാര്യവും കൃതമായില്ല. കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം. സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വൃദ്ധവീവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാകതന്നീ വയം. നിർമ്മലനായ ധർമാത്മാ ജഡായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന് പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കും കിട്ടുമോ? ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജി. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മനസാനന്ദം കലർന്നു ചോദിച്ചിതോ കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരെന്നു ജഡായുവെന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യമിങ്ങി വരുവിൻ ഭയപ്പെടായി ഏതുമേ. ഉംബർഗോൻ പൗത്രനും അൻപോട് അത് കേട്ട് സമ്പാദ്യ തന്നുടെ മുൻപിൽ അമ്മാറു ചെന്നംഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി ബുക്കിത കാരണം താതാജ്ഞയാപുര കട്ടുകൊണ്ടിടിനാൻ. തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതേ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടത് കേട്ട് തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം ചെയ്താനോട് ജഡായുവും പക്ഷീ പ്രവരതിനാൽ വലഞ്ഞോരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും വധിച്ചാൻ ധരണീതലെ. ഭർത്താവിനെ കണ്ട് വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ വൃത്തിവരായി എന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തൽപ്രസാദേന. പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ അർക്കകുലോത്ഭവനായ രാമനും അർക്കജനോടഗ്നിസാക്ഷീയമാം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. ഹരേ വനരാധീശ്വരനായ സുഗ്രീവനും
ജാനകിയെ തിരഞ്ഞാശ കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകൻ നയിച്ചിതു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശി ദക്ഷിണ ദിക്കിന് പോന്നിത് ഞങ്ങളും രക്ഷോവരനെയും കണ്ടതേലെങ്ങുമേ 30 നാളിനകത്ത് ചെന്നിടായിലപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളം ഉൾപ്പൊക്കു വാസരം പോയതും ഏതും അറിഞ്ഞീല ഞങ്ങളതുകൊണ്ടും ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിൻ ഇപ്പോൾ ഭവാനിയും കണ്ടു കിട്ടി ബലാൽ ഏതാനുമുണ്ട് അറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്ന് നീ അറിഞ്ഞിടോ താരേയ വാക്കുകൾ കേട്ട് സമ്പാദിയുമാരൂഢമോദമവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം ഭ്രാതാവിനിക്ക് ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേ നിന്നുടെ സോദരനായുധ ക്രിയെ നീ എടുത്തു ജലാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനോദക കർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവാനാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധിതീരത്ത് വെച്ചിടിനാനാദരാൽ തൽസലീലേ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായി കൊണ്ട് സാദരം സ്വസ്ഥാനദേശത്തിരുത്തിയിടിനാർ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനനീ ജാനകി നക്തഞ്ജലി ജനമധ്യേ വസിക്കുന്നു ദൂരമൊരു 100 യോജനയുണ്ടത് നേരെ നമുക്ക് കാണാൻ വൃദ്ധനാകയാൽ സാമർഥ്യമാർക്കത് ലംഘിപ്പതിന്നവൻ ഭൂമി ധനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്നു ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ യജ്ഞീന നിങ്ങൾ കിടക്കണം ആശു പോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവമതിന് വഴിയെന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യജ്ഞീന ചാടിക്കടന്നു ലങ്കാപുരം പൊക്കും വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരച്ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കനാവെന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൻ സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടുവാനരന്മാരോട് ചൊല്ലിനാൻ ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിതമാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതി വേഗം പറന്നിതു മേൽപോട്ട് ഞങ്ങളും മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതിയൻ ചാർദ്ധരായി വന്നു ദിനകരരശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചേതനുജനും പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിടിനീൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോട് വീണാനനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേ നന്ദനായി 3 ദിനം കിടന്നീടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നൂരു നേരത്ത് കാണായത് ചിറകും കരിഞ്ഞിങ്ങനെ ദിക്ഭ്രമം പൂണ്ട് ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുടന്നങ്ങനെ ചെന്നേൻ നിശാകരതാവസന്തനുടെ പുണ്യാശ്രമത്തിന് പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൽ എന്നോട് പണ്ട് കണ്ടുള്ളോരറിവ് നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു
ചെയ്തതു മൂലമിതാരാലകപ്പെട്ടതും എത്രയും ശക്തനായ ഒരു നിനക്കുന്നു ദഗ്ധമാവാനെന്ത് പക്ഷം പറക നീ എന്നത് കേട്ട് ഞാൻ എന്നോട് വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയോ കൂപ്പിത്തൊഴുത് ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധി ജീവനത്തെ ധരിക്കേണ്ടുമുപായമിന്നേവമെന്നോട് ചൊല്ലിത്തരേണമേ എന്നത് കേട്ട് ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായരുളി ചെയ്തു, സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ നീ. ദേഹം നിമിത്തം ഈ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുത്ഭവ വസ്തുവായുള്ളോരഹങ്കാരമോർക്ക നീ. ചിജയായോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരേ പിണ്ടവത്സത തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത നൂനമാത്മാവിന്നുമായ ദേഹോഹമദ്ദൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമൂഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതിൽ താൽപര്യവാൻ പുണ്യമാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിധാനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധൗതമാംഗം കൊള്ള വീഴുമധോ ഭുവി. പുണ്യമൊടുങ്ങിയാൽ ഇന്ദു തന്മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമോപതിച്ചു ശാല്യാദികളായി ഭവിച്ച ആമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു തേരേതസായി ചമഞ്ഞതും ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായുവരി വേഷ്ടിതമാവുമ ഏകദിനേന കലർന്നു കലമീകി ഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടും ബുദ്ധാകരമാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസവേശുദ്ധം ഭവിക്കും. അതിനിന്നു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശിരുധിര പരിപ്ലുതമായി വരുമാശു തസ്യാമങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തികളും ഗുഹ്യവും സന്ധിക്കും. നാസികാകർണനേത്രങ്ങളും 5 മാസം കൊണ്ട് ഷഷ്ടമാസി പുനകിഞ്ചനം പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഡ്രോപസ്ഥാനാഭിവായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ. ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരവി. പുഷ്ടമായിടും ജരാസ്ഥലാന്തരേ 9-ാം മാസേ വളരും ദിനം പ്രതികമ്പം കരചരണാദികൾക്കും വരും.
പഞ്ചമേ മാസി ചൈതന്യവാനായി വരുമഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭീസൂത്രാൽപരന്ധ്രേണ മാതാവിനാൽ സാവീക്ഷണമായ ഭൂക്താനരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡമുഹൂർ മൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജ സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവഹിനി പ്രദത്തനായ തോൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ 100,000 യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം പുത്രധാരാർദ്ധ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതോ നിത്യ കുടുംബഭരണൈക ശക്തനായി വിദ്ധമന്യായമാർജിച്ചിതന്നുഹം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടീടില്ല ഞാൻ കൃഷ്ണ കൃഷ്ണയേതി ജപിച്ചീലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്ക് പുറപ്പെട്ടുകൊള്ളാവോ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ ഇത്യാദി ചിന്തിച്ച് ജീവനും ഭക്ത്യാ ഭഗവൽ സ്തുതി തുടങ്ങിയിടിനാൻ 10 മാസം തികയും വിധോ ഭൂതലെ ചിത്തതാവേന വിറക്കും വിധിവശാൽ സ്തുതിവാദത്തിൽ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധ്രേണ പീഡാന്വിതം ബാല്യമാനോവി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്ത് ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവമോർത്തോളമേറും പരാസകേ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മഗദേഹദ്വയാൽ പരം മേലേരിപ്പിതാത്മാ പരൻ കേവലൻ ദേഹാദികളിൽ മമത്വമപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കള സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം മായാവി നിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവരും പ്രാരാബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമാധ്യാത്മനാ വാഴുക നീ സഖി മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോട് ഭക്തജനത്തിന് മുക്തിയും വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസിനാം രാവണൻ പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നു തന്നാപത്തിനായി കെട്ടുകൊണ്ടുപോവും മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ കവികുലം ദക്ഷിണവാരതി തീരദേശവരും
തത്ര സമാഗമം നിന്നോട് വാനരർക്കൊത്ത് ഒരു നിമിത്തേന സംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നുങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും. അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതെങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ ബുധനായ എന്നെ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യം ആരാലും ഓർത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റുതോ നീലഹു. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രി കണ്ടുകിട്ടേണമേ. നന്നായി പ്രയത്നം ചെയ്യിലർന്നവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരവാരാനിധി കടക്കുന്നിതേ വരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാക ഇല്ലോരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസ. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശ പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രാലോക്യ കവികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാണാനുമില്ലല്ലോ. ആവതല്ലാത്തത് ചിന്തിച്ചു ഖേദിച്ചു ചാപതനിന്തവകാശം കവികളെ ശക്രതനേനുമനുജനാമംഗത മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ. നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വെച്ച് ഇങ്ങു വന്നേന്നോടൊരുത്തൻ പറയണം. ഞാൻ ഇതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദൻ ഇങ്ങനെ ചൊന്നത് കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിലൊരുത്തരും. അങ്കദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമച്യുതാമുദ്യോഗപൂർവകം ചാടാമെനിക്ക് ദശയോജന വഴി ചാടാം20എനിക്കെന്നൊരു കവി 30 ചാടാമെനിക്കൊന്നപരനും മപ്പടി 40 മറ്റേവനും 50 60 70 80 ചാടാമെനിക്കൊന്നൊരുവനും 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരരേ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നനായി 3 അടിയായളക്കും വിധോ യൗവനകാലേ വരും പറയും കൊട്ടി 37 വട്ടം വലത്തു വെച്ചിടിനേൻ. വാർദ്ധകഗ്രസ്തനായ നിദാനിയും ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ. ദേശമാന്ത്രയാകാല സ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും
ഇതമാത്മജൻ ചൊന്നത് കേട്ടതിനുത്തരം വൃദ്ധാരിപൗത്രനും ചൊല്ലിനാൻ, അങ്ങോട്ട് ചാടാം എനിക്കെന്ന് നിർണയം ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടായിലാം. സാമർഥ്യമില്ല മറ്റാർക്കും എന്നാകിലും സാമർഥ്യമുണ്ട് ഭവാൻ, ഇതിനെങ്കിലും വൃദ്ധജനങ്ങളയക്കയില്ലെന്നുമീ. ലേഖനുണ്ടാവെന്ന ദേവരോ ആർക്കുമേയില്ല സാമർഥ്യം അനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലോ വയം താരേനേവം പറഞ്ഞോരനന്തരം സാരസംഭവനന്ദനൻ ചൊല്ലിനാൻ, എന്തു ജഗൽ പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായ ഒരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനായുണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപങ്ങളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായഞ്ജന പെറ്റുള്ളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാഗർഭച്യുതനായവനീലഞ്ജസാജാതനായി വീണനീരം ഭവാൻ 500 യോജന മേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മനസ്സേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടേ കണ്ടു നീ പക്കുമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി ബുക്കിത് പാതാളമപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോട് ഉൽപ്പല സംഭവൻ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചീടിനാൽ മൃത്യുപരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നും കൽപ്പിച്ചതിനിളക്കം വരാ നിർണയം. അമ്ലായ സാരാർഥ്യമൂർത്തികൾ ചൊല്ലിനാർ, നാം ഹനുമാൻ ഇവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റു മുറുകയാൽ ചരിത്രങ്ങൾ മറന്നിതോ മാനസി നിൻ കയ്യിലല്ലോ തന്നതു രാഘവനങ്കുലീയമതു എന്തിനെന്നോർക്ക നീ തൊൽബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ. യുദ്ധം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകരനായി നിന്നു ചൊല്ലിനാൻ, ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കുടത്രയത്തോടും ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിങ്കലാക്കിക്കൊണ്ടു രാമാന്തികെ വെച്ചു തൊഴുതീടുവൻ. രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടു ഒരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോട് അതിർത്തിയിടുവാൻ. പിന്നെ
നിഗ്രഹിച്ചിടും ദശാസിനെ രാഘവൻ വിക്രമം കാട്ടുവാനീരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ. മാരുതദേവനുമുണ്ടരികേതവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കവികുലമാശു പോകുന്നു. വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ. ഇതം പറഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. ഇത്യാധ്യാത്മരാമായണി ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.